ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മട്ടൻ വെച്ചിട്ടുള്ളതാണ്. മട്ടൻ വെച്ചിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കുർമ ഉണ്ടാക്കാം. ഞാനിതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 500 ഗ്രാം മട്ടൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതാ 1 ടീസ്പൂണ് കസൂരി മെത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ 2 ടീസ്പൂണ് നല്ല കട്ടിയുള്ള തൈരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് നല്ല എരിവുള്ള മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ ടൈമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട. നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുന്നത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കറിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളിതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവാൻ. സൺഫ്ലവറോ മറ്റോ ഉപയോഗിക്കാം. സവാള അധികം ഫ്രൈ ചെയ്തെടുക്കേണ്ട, ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി. അധികം ഫ്രൈ ചെയ്താൽ നമ്മുടെ കറി ടേസ്റ്റ് മാറിപ്പോവും. ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് സവാള മാറ്റിയെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള മുഴുവൻ സവാളയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കറിക്ക് ആവശ്യമായി ചേർന്ന് മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ബേ ലീവ്സ്, പിന്നെ ഇതാ ഇത്ര വലുപ്പത്തിലുള്ള കറുപ്പ, പിന്നെ 5 ഗ്രാമ്പൂ, ഈ ഒരു പീസ് തക്കോലം, പിന്നെ ഇതാ 3 ഏലക്കായ, 1 ടീസ്പൂണ് കുരുമുളകും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് നല്ല ജീരകവും, പിന്നെ 1/4 ടീസ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് പെരിഞ്ജീരകവും 6-7 വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം പാനിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റൗ ഓണാക്കിയിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ നമ്മുടെ ഹോൾ മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാ സ്പൈസസും ഇട്ട ആ ടൈമിൽ മല്ലി ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി സ്റ്റവ് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ്റെ ഓയിലില്ലേ, അത് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മട്ടനില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടിയിട്ടൊന്ന് എണ്ണയിൽ നിന്നൊന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ സ്പൈസസും ഇട്ട് കൊടുക്കാം. കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാ മട്ടൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
അപ്പോൾ മട്ടൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ആക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൻ നന്നായിട്ട് വേണമെങ്കിൽ ഒട്ടും ടൈമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് കുക്കറിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടും കടായിൽ തന്നെയാണ് മട്ടനെ വേവിച്ചിട്ടെടുക്കുന്നത്. മട്ടനെ ഹാഫ് കുക്കായാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പില്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് മട്ടൺ വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അടുപ്പൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിലും അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒട്ടും ടൈമില്ലാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കറിൽ മട്ടന് വേവിച്ചെടുത്താൽ മതി. അപ്പം ഫുള്ളായിട്ടും നിങ്ങൾ കുക്കറിൽ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കേണ്ട, ഒരു ഹാഫ് കുക്കാകുന്നത് വരെ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മൾ അരപ്പ് ചേർക്കുന്നില്ല, അത് ഇതേപോലെ ഒരു കടായിൽ മറ്റോ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് കറിക്ക് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടാനേ. നിങ്ങൾ നോക്കിയിട്ട് മട്ടൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇല്ലെങ്കിൽ കുറച്ചായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. സവാള അരച്ച് ചേർത്ത കറി ആയതുകൊണ്ട് തന്നെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് കേട്ടോ കറി ഉണ്ടാവാൻ. ഇതുവരെ ഈ രീതിയിൽ കറി വെക്കാത്തവരുണ്ടെങ്കിൽ അടുത്തതായിട്ട് മട്ടൻ വാങ്ങുമ്പോൾ എന്തായാലും ഇങ്ങനെ കറി ഉണ്ടാക്കി വെക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ റെസ്റ്റോറൻറ്റെല്ലാം കിട്ടുന്ന ആ ഒരു കറിയിൽ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം മട്ടനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതലും കുറവെടുക്കുമ്പോൾ സ്പൈസസ് എല്ലാം നോക്കിയിട്ട് ചേർക്കാം. കൂടുതലായാൽ സ്പൈസസിൻ്റെ ടേസ്റ്റ് മുമ്പോട്ട് വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഞാൻ അതിലേക്ക് 1/4 കപ്പ് തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. മിക്സിയിൽ അടിച്ചിട്ട് തന്നെ തൈര് ചേർക്കുക, കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തരിയായിട്ട് ഇങ്ങനെ കറിയിലുണ്ടാവും, അത് കാണാനൊരു രസം ഉണ്ടാവില്ല. അപ്പം മിക്സിയിൽ അടിച്ചതാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അടിച്ചു വെച്ചിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ചിട്ടുള്ള ഓയിലെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ കറി. ഈ ടൈമിൽ ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ കറി അടിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷമുള്ള കറീൻ്റെ തിക്നെസ് ആണ് കേട്ടോ ഇത്. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ കഴിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.